ലബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ല കമാൻഡർ കൊല്ലപ്പെട്ടു. ഹിസ്ബുല്ലയുടെ റോക്കറ്റ് വിഭാഗം പ്രധാനിയായിട്ടുള്ള ഇബ്രാഹിം ഖുറൈസിയാണ് കൊല്ലപ്പെട്ടത്. ഖുറൈസിയെ കൂടാതെ 6 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായ 2ാം ദിവസവും ഈ ആഴ്ചയിലെ 3ാമത്തെ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇതോടെ ലബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 569ആയി. 50 കുട്ടികളും 88 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാൻ അമേരിക്ക അറിയിപ്പ് നൽകി. രഞ്ജിത്ത് രാമേന്ദ്രൻ ചേരുന്നു. ലബനൻ ചോരപ്പുഴയെ മാറുകയാണല്ലോ രഞ്ജിത്ത്, എന്താണ് നിലവിലത്തെ സാഹചര്യം? ഏതായാലും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ വധിക്കാൻ ഇസ്രായേലിനായി എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം മുഹമ്മദ് കൊബൈസി എന്നുള്ളത് അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്, കമാൻഡറാണ്. പലവിധ യുദ്ധങ്ങൾക്കും നേതൃത്വം നൽകിയ ആൾ കൂടിയാണ് കൊബൈസിയെ കൊലപ്പെടുത്തുക എന്നുള്ള ഇസ്രായേൽ ലക്ഷ്യമായിരുന്നു. അത് ഇസ്രായേൽ അത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 200ഓളം സ്ഫോടനങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലബനനിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. 50 കുട്ടികളും 89ഓളം സ്ത്രീകളും അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 2000ഓളം ആളുകൾക്ക് പരിക്കേറ്റ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഹിസ്ബുള്ള ഈ കൊബൈസി കൊല്ലപ്പെട്ട കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ ലബനിലെ ജനങ്ങളുടെ പലായനം തുടരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം ഏത് നിമിഷവും ശക്തമായ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ള ഭീതിയിൽ തന്നെയാണ് ആ ജനത എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി തങ്ങളുടെ പൗരന്മാരോട് അമേരിക്ക അടക്കം ഉള്ള ലോകരാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടണം എന്നാവശ്യപ്പെട്ടതും നിർണായകമായി. ഇതിനിടയിൽ യുഎന്റെ ചില ഇടപെടലുകൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു ഗാസയാക്കരുത് ലബനൻ എന്ന് തുടർച്ചയായിട്ട് UN അഭ്യർത്ഥിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇസ്രായേൽ അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും നേരത്തെ ഹമാസിനെ ഇല്ലായ്മ ചെയ്ത പോലെ നമുക്കറിയാം, ഹമാസ് എന്ന സംഘടനയുടെ 80% നാശം ഇതിനകം ഇസ്രായേൽ വരുത്തി കഴിഞ്ഞു. ഹമാസിനെ ഇല്ലാതാക്കിയതുപോലെ ഹിസ്ബുള്ളയെയും പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നാണ് അപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനിടയിലാണ് ഇറാൻ പറഞ്ഞത് ഹിസ്ബുള്ളയ്ക്ക് ഒറ്റയ്ക്ക് പോരാടാനുള്ള ശേഷി ഇല്ല എന്നുള്ളതും അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ളതും. പക്ഷേ അപ്പോഴും ഇറാൻ ഈ യുദ്ധത്തിൽ ഇപ്പോഴത്തെ വിഷയങ്ങൾ ഇടപെടുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല. ഏതായാലും ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിനുള്ളത്. ഇതിനിടയിൽ കൊല്ലപ്പെടുന്നത് അനവധി സാധാരണക്കാരാണെന്ന് മാത്രം. എൽദോ. റൈറ്റ് രഞ്ജിത്ത്, ഇതിനിടയിൽ പലായനം അതിരൂക്ഷമാണല്ലോ, കൂട്ടപലായനമാണ് ലബനിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. ഇവരുടെയൊക്കെ ഒരു സാഹചര്യം കൂടി നമുക്ക് വിശദീകരിക്കണം. കാരണം കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് അവിടെ നൽകുന്നുണ്ടായിരുന്നു ഇസ്രായേൽ. ഈ ഹിസ്ബുള്ളയുടെ ഒരു മനുഷ്യ കവചമായി സാധാരണക്കാർ മാറരുത് എന്നുള്ളത്. ഈ പലായനം ചെയ്യുന്നവർക്ക് അഭയം നൽകുന്ന സാഹചര്യമൊക്കെയുണ്ട്. വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്കാണ് കൂടുതൽ ആളുകളും ഇപ്പോൾ പലായനം ചെയ്യുന്നത് എന്നാണ് വിവരം. ഇതിനിടയിൽ മറ്റൊരു കാര്യം, ലബനിലേക്കുള്ള വിമാന സർവീസുകൾ അന്താരാഷ്ട്ര കമ്പനികൾ റദ്ദാക്കി എന്നുള്ളതാണ്. എയർ ഇന്ത്യ ഉൾപ്പെടെ 12 കമ്പനികളാണ് ഇപ്പോൾ ലബനിലേക്ക് ബെയ്റൂത്തിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയത്. ഖത്തർ എയർവേസും എമിറേറ്റ്സും ഇത്തിഹാദും ഫ്ലൈ ദുബായും ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എയർ ഇന്ത്യ ടെൽ അവീവിലേക്കുള്ള സർവീസും നിർത്തിവെച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരു തരത്തിലും സമാധാനം പുലരുന്ന ലക്ഷണമില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ 3 ദിവസമായി നടക്കുന്ന ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 569 കവിഞ്ഞു കഴിഞ്ഞു. 2500ഓളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഈ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്നും അത് ഏതൊക്കെ മേഖലകളാണ് ഇസ്രായേൽ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ലബനന്, ഹിസ്ബുള്ളയ്ക്ക്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ അവരിലേക്ക് ഈ ആക്രമണം വ്യാപിക്കുന്ന ലക്ഷണമാണ്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളെ എല്ലാം വധിച്ചു കഴിഞ്ഞ് ആക്രമണം നിർത്തുകയുള്ളൂ എന്ന് ഇസ്രായേൽ കൂടി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണണം ഏത് തരത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കടക്കം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ സാധിക്കുമെന്ന്. എൽദോ. റൈറ്റ്, രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അതിരൂക്ഷമാണ് സാഹചര്യം നിലവിൽ ലബനനിൽ.